കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നേരിട്ടുള്ള നിയമന രീതി അനുസരിച്ചിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 2 തസ്തികകളുടെ വിവരണങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. രണ്ടാമത്, കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണ്. അതിന്റെ വിവരണങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗസറ്റ് തീയതി 15/9/2025. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 15/10/2025 രാത്രി 12 മണി വരെ. ഓക്കെ, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിൽ കിടക്കാം. കാറ്റഗറി നമ്പർ 357/2025 അസിസ്റ്റന്റ് എഞ്ചിനീയർ, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. ശമ്പളം 39,500, 83,000 രൂപ. ഇതാണ് ശമ്പള സ്കെയിൽ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ. അത് വെച്ചാൽ ഒഴിവ് ഇപ്പോൾ കണക്കാക്കിയിട്ടില്ല, എത്ര ഒഴിവുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18നും 36നും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യതകൾ: ഒരു UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയ ബിടെക് സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത. അതുപോലെ അടുത്തത് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണ്. കാറ്റഗറി നമ്പർ 362/2025 എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3, കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. ശമ്പള സ്കെയില് 9,190, 15,780 രൂപ. ഒഴിവുകളുടെ എണ്ണം 2. നിയമന രീതി നേരിട്ടുള്ള നിയമനാണ്. പ്രായപരിധി 18 വയസ്സിനും 36 വയസ്സിനും ഇടയ്ക്ക്. യോഗ്യതകൾ: KGCE സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ NTC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ. 15/9/2025 ഗസറ്റ് തീയതി അനുസരിച്ചിട്ട് മൊത്തം 19 കാറ്റഗറിയിലേക്ക് PSCയുടെ വിജ്ഞാപനമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 1-2 ഞാൻ ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ പിന്നെ ഈ ഒഴിവുകളുടെ എണ്ണം എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഇപ്പോൾ കണക്കാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് കണക്കാക്കും. അത് കാരണം റിട്ടയർമെന്റ് വേക്കൻസികളും അങ്ങനെ പലവിധ വേക്കൻസികളൊക്കെ ഉൾപ്പെടുത്തിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ 2 വേക്കൻസിയൊക്കെ ഉള്ളൂ ഇപ്പം നിലവിൽ എന്ന് പറഞ്ഞാൽ. അതേപോലെ എന്നും 2 ഉണ്ടാവില്ല. അത് പിന്നെ ഇനി ഉള്ള വരുന്ന എല്ലാ വേക്കൻസികളും നമ്മുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഇപ്പോൾ വരുന്ന എല്ലാ അതിനകത്ത് ഉൾപ്പെടുത്തും. അതുകൊണ്ട് ടെൻഷൻ അടിക്കണം. എത്രയും പെട്ടെന്ന് അർഹതപ്പെട്ടവർ എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കുക. എല്ലാവർക്കും PSC നിയമനം ലഭ്യമാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ PSC അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.